ഈ മണാലി എന്ന് പറയുന്നത് ലൈക്ക് ലാൻഡ്സ്കേപ്പൊക്കെ ചേഞ്ച് ആയി. നമ്മൾ ലേന്ന് ഇങ്ങോട്ട് പോകുന്നു മണാലി എത്തിയപ്പോഴേക്കും ലാൻഡ്സ്കേപ്പൊക്കെ ചേഞ്ച് ആയി. ബട്ട് ലൈക്ക് എന്താ പറയുക, മണാലി ശരിക്കും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയാൻ പറ്റില്ല. മണാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണാലിയിൽ ലൈക്ക് ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് വേറെ ഡെസ്റ്റിനേഷനിൽ പോകാനൊരു ഹബ്ബ് അത്രേ ഉള്ളൂ. ഇവിടെ ഒരു 2700 റൂംസ് ഹോട്ടൽസ് ഉണ്ട് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ശരിക്കും മണാലിയിൽ ആകെ കാണാനുള്ളത് ലൈക്ക് 2 ടെമ്പിൾ ഉണ്ട്, അതേപോലെ ഒരു 5-6 ട്രക്കിംഗ് ഉണ്ട്. അതാണ് മെയിനായിട്ട്. അത് ഇവിടുന്ന് ലെങ്ത്ത് പോയിട്ട് പിന്നെ ഇവിടുന്ന് ലേ പോകാനുള്ളൊരു ഹബ്ബ്, അല്ലെങ്കിൽ ധർമ്മശാല പോകാനുള്ളൊരു സ്ഥലം, അല്ലെങ്കിൽ ഇപ്പോൾ ലൈക്ക് പിന്നെ ഇവിടെ പാർവതി വാലി, മണീകരൻ, താച്ചി ആ ഒരു റൂട്ടൊക്കെ ഒത്തുകൂടിയും രസമുള്ളൊരു വൈബുള്ളൊരു സ്ഥലമാണ്. അല്ലാണ്ട് മണാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണാലിയിൽ കാണാനൊന്നുമില്ല. കുറേ ആപ്പിളുണ്ട്, കുറേ ചെറിയുണ്ട്, കുറേ ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങളുണ്ട്, വേറെ കുറേ സാധനങ്ങളുണ്ട്. അല്ലാണ്ട് മണാലിയിലൊന്നും കാണാനില്ല. മണാലി ഒരാൾ കാണാൻ പറ്റുന്നെങ്കിൽ എന്തായാലും ലേയിൽ പോയിരിക്കണം. ലേയിൽ എന്തായാലും മണാലി വന്നിട്ട് ഫസ്റ്റ് ഡേ പോകേണ്ടത് ലേയിലേക്കാണ്. കാരണം മണാലി ഇത്രേ ഉള്ളൂ. മണാലി കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു ടൂറിസ്റ്റുകൾ വന്ന് ടൂറിസ്റ്റുകൾ വലിയൊരു ഹബ്ബായി. അല്ലാണ്ട് വേറെ ഇവിടെ ഒരു 5-6 ട്രക്കും ലൈക്ക് 2 ടെമ്പിൾ അല്ലാണ്ട് ഇവിടെ വേറെ ഒന്നും കാണാനില്ല. ശരിക്കും മണാലിയിൽ കാണണം. കണ്ടിട്ട് മസ്റ്റായിട്ട് എന്തായാലും ലേയിൽ പോകണം. ലേയിൽ എന്തായാലും പോയിരിക്കണം. എന്നാൽ അവിടുത്തെ ഒരു ശരിക്കൊരു ലാൻഡ്സ്കേപ്പ് ചേഞ്ച്, വേറൊരു കൾച്ചറിൻ്റെ ഒരു ഫീൽ നമുക്ക് ലേയിൽ കിട്ടും. മണാലിയിൽ നമ്മൾ താമസിച്ചതിലേക്ക് മല്ലു സിംഗ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, മല്ലു സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിയുടെ സ്ഥലം, മലയാളിയുടെ സെറ്റപ്പ് പരിപാടി. ഇത് മച്ചാനാണ് ഈ ഓണർ. ലൈക്ക് മല്ലു സിംഗ് മലയാളി ഫുഡ്, അതുപോലെ തന്നെ മലയാളി ടീമുകളുടെ അക്കോമഡേഷൻ സീൽസൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. ഇത് കുറച്ചും കൂടി ഔട്ട്സ്കേർട്സിൽ നിന്നാണ്. നമ്മുടെ മെയിൻ മണാലിയിൽ നിന്ന് കുറച്ച് വിട്ടു മാറി അലോയ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്, അലിയോ എന്ന് പറഞ്ഞ സ്ഥലത്ത് അതിലേക്ക് മല്ലു സിംഗ്. ഞങ്ങൾ വളരെ ഞങ്ങൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ബേസിലാണ് ഞങ്ങളിവിടെ കണക്റ്റായി ഞങ്ങളിവിടെ താമസിക്കുന്നത്. നമുക്ക് പൈസ ഒന്നും ഇല്ല കേട്ടോ. നമ്മുടെ കോൺടാക്റ്റിൻ്റെ പുറത്ത് വന്നു വെച്ചപ്പോൾ നിങ്ങൾക്ക് റൈഡേഴ്സ് ഇപ്പോൾ ലൈവിൽ പോകണ റൈഡേഴ്സ് എന്താ പറയുക, ഇവിടെ മണാലിയിൽ നിന്ന് റിട്ടേൺ പോകാനും സ്റ്റേക്ക് വന്നവർക്ക് വേണമെങ്കിൽ മല്ലു സിംഗിൽ വരാം. അത്യാവശ്യം മലയാളി, കാരണം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഫുള്ള് ദാബൽ റൊട്ടി, രാജമ്മ ചാവൽ റൊട്ടി, രാജമ്മ ചാവൽ കഴിച്ചിട്ട് തന്നെ. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് അത് റീസണബിൾ പ്രൈസിൽ മലയാളി ഫുഡ് അടിക്കാം, മലയാളി സ്റ്റൈലിൽ കിടക്കാം, അത്യാവശ്യം ഗൈഡും എക്സ്പീരിയൻസ് ഒക്കെ നൈസിൽ കിട്ടാൻ ഇവിടെ വന്നാൽ മതി, മല്ലു സിംഗിൽ വന്നാൽ മതി. ഇവിടുത്തെ മല്ലു സിംഗിലുണ്ടല്ല അസിസ്റ്റന്റ് കുക്ക് കമ്പനി മറ്റേ അസിസ്റ്റന്റ് മാനേജർ കമ്പനി മച്ചാര് പക്ഷേ ഇങ്ങനെയൊന്നുമല്ല. വെച്ചാൽ ഫുള്ള് നോർത്ത് ഇന്ത്യ കറക്കി ഇറങ്ങി ഓരോ സ്ഥലത്തെത്തി ഓരോ ജോലി ചെയ്ത് അടുത്ത സ്ഥലത്തെത്തി ജോലി ചെയ്ത് അല്ലേ കഷ്ടപ്പെട്ട് എല്ലാം കൂടി അറിയാൻ വിളിക്കും. കോറൽഡ്രോ, ഗ്രാഫിക് ഡിസൈൻ, കാർഡടിക്കുന്നു, ബാംഗ്ലൂർ സോഫ്റ്റ്വെയർ, എല്ലാം അറിയാം. എല്ലാം പഠിക്കുമ്പോൾ ഷട്ടയുടെ വരെ ഇട്ടുണ്ടാച്ചാൽ മുന്നേ എവിടെ ആയിരുന്നു? ഇതിന് മുമ്പ് ഇപ്പോൾ പഞ്ചകുള അതിന് മുമ്പ് ബദ്രീനാഥ്, അതിന് മുന്നേ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈനൊക്കെ മനസ്സിലായി. ഈ ലൈനിൽ കൂടി ഒരു പുള്ളി അങ്ങനെ അവസാനം മണാലിലെത്തി. അടുത്ത എവിടേക്ക് പോകും അറിയില്ല, കുറച്ച് ദിവസം കഴിയട്ടെ. ഇവിടെ കണ്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് പുള്ളി പോകും, അടുത്ത പണിയായിട്ട് പോകില്ല. പുള്ളി ഫേസ്ബുക്കിൻ്റെ പേര് പറഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ പേര് വരുൺ കെ മങ്ങാൻ. ഇതിപ്പോൾ നമ്മളിവിടെ നിൽക്കണ തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേക്ക് ആപ്പിൾ തോട്ടം. മെയിൻലി ഇവിടെ ആപ്പിൾ മാത്രമേ ഉള്ളൂ. ആപ്പിള്, ചെറി, പിന്നെ ചപ്രിക്കോട്ടി സാധനങ്ങളിലൊക്കെ ഞങ്ങൾ ഇന്നലെ നന്നായിട്ട് നമ്മുടെ റൂമിൻ്റെ പുള്ളിക്കാരൻ്റെ കോട്ടയിലൊക്കെ കൂടി സെറ്റായി. അതുപോലെ മാന്യമായി ചോറും ചിക്കനും കഴിച്ചു. ചിക്കൻ കറി ഉണ്ടാക്കിയത് നമ്മൾ രാവിലെ നമ്മള് വളരെ നല്ല രീതിയിൽ ചോറുണ്ട്, ചിക്കൻ കറി കഴിച്ചു, സുഖമായിട്ട് കിടന്നു ഇറങ്ങി. രാവിലെ ആക്കി ചോറും ചിക്കൻ കറിയും കഴിച്ചു. വളരെ നല്ല രീതി. പിന്നെ ഇവിടെ ആപ്പിളൊക്കെ ഉണ്ട്, മൂക്കാത്ത കാര്യം പഴുത്ത് തിന്നില്ല. അല്ല ആപ്പിളൊക്കെ ഇല്ല, മനസ്സിലൊക്കെ ആപ്പിളുണ്ടെങ്കിൽ ഇപ്പൊ തൂച്ച് കാണിക്കാനൊന്നുമില്ല, ഒക്കെ ആപ്പിളാ. അത് നമ്മൾ ഇതിനോട് യാത്രയാണ്. നമ്മള് വൈഷ്ണവിയിലേക്ക് പോകും.
ഇത് മണാലിയിൽ നിന്ന് നമ്മൾ വശിഷ്ഠ എന്ന് പറഞ്ഞാൽ തണുപ്പിൻ്റെ ഇടയ്ക്ക് ചൂടുള്ള കിട്ടുന്ന കുളത്തിലേക്ക് അത് മണാലി സിറ്റി. അത് സ്റ്റേസ് ലോങ് സ്റ്റേസ് ഒക്കെ. നമ്മളിപ്പോൾ വേറെ പാരലിന് പോണേ. അപ്പോൾ നേരെ പോണ റൂട്ട് റോത്താങ്, അതായത് നമ്മുടെ ലേ പോണ റൂട്ട്, ഈ മലയുടെ ഇടയിൽ കൂടെ പോണ റൂട്ട്. മണാലി ജംഗ്ഷനിൽ നിന്ന് തൊട്ടടുത്ത് കാണാൻ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇതാ ഏതാ ഈ ഹഡിംബ ടെമ്പിള്, മണ്ടി ടെമ്പിള്, അങ്ങനെ അമ്പലങ്ങൾ. ഈ വശിഷ്ഠ എന്ന് പറഞ്ഞ ഒരു അമ്പലം തന്നെ. അവിടെ പറഞ്ഞ പോലെ ചൂടുവെള്ളമുള്ള കുളമുണ്ട്, അതിൽ നിന്ന് തന്നെ ചൂടുവെള്ള പണ്ടര ചൂട് മുഖത്ത് കയറമേ. ഹോട്ട് വാട്ടർ കളാൻ വന്നപ്പോഴേ തോർത്തുമുട്ടുണ്ടായില്ല. തോർത്തുണ്ട് എന്നിട്ട് ആ സ്വാമിയുടെ തോർത്തുണ്ട് കടം മേടിച്ചു. സ്വാമി പറഞ്ഞു തോർത്തുകൊണ്ടൊക്കെ എനിക്ക് വേണ്ട, സ്വന്തം ചെടുത്തോളം പറഞ്ഞു പോയി. അതിന് ഹോട്ട് സ്പ്രിങ്ങിൽ ചാടന്ന് വാട്ടർ ബിഷിൽ എടുത്തരാം. ശരിക്കും ഇത് കാണുമ്പോൾ നല്ല ചൂടുവെള്ളം. പക്ഷെ ഈ സാധനത്തിൽ കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഏതാണ്ട് ഇല്ലാണ്ടായതുപോലെ പോലെ ഫുള്ള് ശരിക്കും ഇതിലും ചൂടാന്ന് വെള്ളത്തിന്. ഭൂമിയുടെ അടിയിൽ നിന്ന് തന്നെ വെള്ളം. അപ്പോൾ അത് ആ ചൂടിൽ ആൾ പൊട്ടാവും. അപ്പം അതിന് വേറെ തണുത്ത വെള്ളത്തിന് പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അതേ വെള്ളം വയ്ക്കാൻ ചെറിയ 15 വീട്ടിൽ ചോറ് തിളയ്ക്കുന്ന അവിടെ ഇതാവ് പറഞ്ഞു. പക്ഷെ സാധനം കുളിച്ച് കഴിഞ്ഞപ്പോൾ ആകെ അതൊരു കുളിക്കാൻ വയ്യാത്തവർക്ക് കൂടെ പൈപ്പിൽ അതിൽ കൂടെ തുറന്നു വെച്ചിട്ടുണ്ട്. കാലും മുഖം കഴുകാനായിട്ട് ഭയങ്കര ചൂടെണ്ണം. ബോഡി ആകെ ഉണ്ടല്ലോ ഇല്ലാണ്ടായിട്ട് ഒന്നും കൂടി ജനിച്ച പോലെ ഒരു റിജനവേഷൻ്റെ ഒരു ഫീലാണ്. ശരിക്കും വർത്താനം പറയാൻ പറ്റില്ല. അത്രയും ഭയങ്കരമായിട്ട് തീർന്ന പോലെയാ സാധനത്തിൽ കുളിച്ചപ്പോൾ. ഫോട്ടോ എടുക്കാനായിട്ട് ഒരു മാവിന് വേണ്ട ചുമ്മാരെ 20 രൂപയ്ക്ക് ഫോട്ടോ എടുക്കാൻ പോയല്ലേ കാണാൻ ഫോട്ടോ എടുക്കാൻ. ഇവിടെ ഹിമാചൽ പ്രദേശിൽ പാവം ഒരു പയ്യനുണ്ട്. ഇവിടെ പുള്ളിപ്പാവനൊരു സൈക്കിൾ കുറെ നാളായിട്ട് സൈക്കിൾ കേടായിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, സൈക്കിൾ നന്നാക്കി കൊടുക്കാന്ന് പറഞ്ഞു. അവന് വീട്ടിൽ സൈക്കിൾ എടുക്കാൻ പോകണ്ട. അതിനിടിക്കും മൂട്ടിടിക്കാൻ്റെ വായോ സൈക്കിളിൽ നടന്ന് വരുന്നുണ്ട്. സൈക്കിളിൽ ഒരു പഞ്ചറുള്ളതാവും പറഞ്ഞു. 2 പഞ്ചറും സൈക്കിൾ ഒരു 5-6 കൊല പുറത്തെടുത്തിരുന്നു. വളരെ ശോചനീയമായ സൈക്കിളാണ് നമ്മൾ നന്നാക്കാൻ പോകുന്നത്. 21 സ്പീഡ്. കാരണം നമ്മൾ സൈക്കിൾ റെഡിയാക്കി കൊടുത്ത് ചെക്ക് ഓടിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ മനസ്സിലുണ്ടാവുന്ന സന്തോഷം ഹിമാചലിലുള്ള ഒരു ഗ്രാമത്തിൽ വന്ന് നമ്മൾ എന്ത് ചെയ്തു, പയ്യൻ്റെ സൈക്കിൾ റെഡിയാക്കി. അപ്പൊ പയ്യൻ്റെ പുഞ്ചിരി കണ്ട ബ്രേക്കില്ലാത്ത സൈക്കിൾ ഓടിക്കും. മണാലിയുടെ വിജൃംഭിച്ച തെരുവുകളിലൂടെ ഞങ്ങൾ അലയുന്നു ഒരു പ്രാകൃതമായ രീതിയിൽ. അതായത് മണാലിയുടെ ജീവിതം പഠിക്കാനായി അലയുകയാണ്. പക്ഷെ മണാലിയിൽ നിങ്ങളുണ്ടല്ലോ സ്ലീപ്പിംഗ് ബാഗ് മേടിക്കണ്ട, ടെന്റ് മേടിക്കണ്ട, മറ്റേ ഗ്യാസ് കുറ്റി മേടിക്കണ്ട, ഒന്നും മേടിക്കണ്ട. എല്ലാം ഈ മാർക്കറ്റിൽ വന്ന് നിങ്ങൾക്ക് കിട്ടും. താങ്ങി നാട്ടിൽ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. -20 ഡിഗ്രിയും ടെന്റും സ്ലീപ്പിംഗ് ബാഗ് റോപ്പും എല്ലാ ട്രക്കിന് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടും. പക്ഷെ ഇതിന് പൈസ കൂടുതലായിരിക്കുന്നു മാത്രം. അവസാനം കണ്ണൂർ റൈഡേഴ്സിലേക്ക് റെഡിയായി. അവര് വിചാരം ഇവിടെ വരെ വന്നത് വളരെ സമാധാനമായിട്ട് ഇനിയുമില്ലായിരിക്കും സമാധാനമായിട്ട് എത്തുന്നത്. പക്ഷെ സമാധാനമായിട്ട് എത്തും ആയിരിക്കും എത്തും അല്ലേ. അഡ്വഞ്ചർ
അവസാനം അവിചാരിതമായി നമ്മൾ ബാബുക്കാനെ കണ്ടുമുട്ടി. വേറെ ക്വസ്റ്റ്യൻസിന്റെ ഉള്ളിൽ ചൂലിനെ കണ്ടുമുട്ടി. പുള്ളിയുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. പക്ഷെ ഞങ്ങള് 2 ദിവസം മുന്നേ ബാബുക്ക് 50 വയസ്സാന്ന് പറഞ്ഞതാ. അത് മനസ്സിലായി. എന്റെ അറിവിൽ 30-35 ഇവിടെ പയ്യന്മാരുടെ ഏജാവി അല്ലാതെ. പെട്ടെന്ന് സുപ്രഭാതത്തില് ഇവനങ്ങനെ എണ്ണ അങ്ങനെ കുറഞ്ഞു സ്നോലപ്പേട് അല്ലെങ്കിൽ ബാലി. ആ കരടി കുറച്ച് സീൻസ് നമ്മള് ശ്രീനഗർ ജമ്മുക്ക് വരുന്ന വഴിക്ക് ശ്രീനഗറിലൊക്കെ ഒരു കരടിയുടെ സീൻ പറയേണ്ടി വരും. അതല്ലേ ഭയങ്കര പ്രശ്നമാണ്. കരടി ഇറങ്ങുകൊണ്ട് പിടിച്ചിട്ടുണ്ട്. നമ്മളെ അറ്റാക്ക് ചെയ്യില്ല ഇത് കരടിയില്ലേ? ഇവിടെ ലോക്കൽസിന്റെ തോക്കുണ്ട്. തോക്കില്ല. ബാബുഖാന്റെ വീട്ടിന്റെ മുകളിലേക്ക് ഞാൻ അവിടെ നമ്മുടെ നാട് സ്റ്റൈപ്പെട്ട നമ്മൾ സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഹലോ അതെ അതെ മണാലിയിൽ വന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ ബാബേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട. ബാബേട്ടൻ്റെ വീട്ടിലേക്ക് ശരിക്കും ഒരു ബോർഡ് ഉണ്ട്. വശിഷ്ഠി വന്നിട്ട് ലൈക്ക് ഒരു കേരുവാട മക്കളെ എന്ന് പറഞ്ഞൊരു ബോർഡ് ഉണ്ട്. അല്ലാണ്ട് പുള്ളി പോണ ലോക്കൽ റൂട്ടുന്നത് ഒരു മല കുത്തനെ കയറി കഴിഞ്ഞാൽ പുള്ളിയുടെ സ്ഥലത്ത് ക്രോസിങ്ങളൊക്കെ ക്രോസ് ചെയ്തിട്ട് നമ്മൾ കേരളത്തിലേക്ക് പോകണല്ല. ബാബേട്ട ഫസ്റ്റ് എത്തി. നമ്മളിവിടുന്ന് കഴിച്ചിട്ട് അത് സീനായിട്ട് പത്തെത്തി. പക്ഷെ അങ്ങനെ സീനൊന്നുമില്ല കേട്ടോ. സുഖമായിട്ട് നടന്നു വരാം. അത് പൊലിപ്പിച്ചു എന്നുള്ളൂ. ട്രക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത്ര വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നും കിടന്നണ്ട. ബാബേട്ടൻ മാത്രം ഇത്ര പെട്ടെന്ന് കയറി പോകണം. നമ്മളെ കൊണ്ടൊന്നും നിൽക്കാൻ പണിയാണ്. വളരെ എക്സസൈസൊക്കെ ബ്രീത്തൊക്കെ എടുത്ത് വരാൻ വെച്ചാൽ റൈഡൊക്കെ ചെയ്ത് തരാൻ സീനില്ല. നമ്മൾ അല്ലാണ്ടൊക്കെ പോകുമ്പോൾ ഈ പ്രശ്നം കണ്ടോ. ഇവിടുന്ന് ജസ്റ്റ് ഒരു 100 മീറ്റർ എലിവേഷനിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു മണാലി വാട്ടർഫാൾസിൻ്റെ ഒക്കെ ഒരു ലാൻഡ്സ്കേപ്പ് നമുക്ക് ഇവിടെ കിട്ടും. ഇതിന് കുറച്ച് നടന്ന് പോയി ബാബേൻ്റെ വീട് എത്തിയിട്ട് ബാബേൻ്റെ മണിമാളിക ബാബേട്ടൻ നടന്ന് അവിടെ എത്തി. നമ്മളിപ്പോഴും നമ്മുടെ ഗൈസ് ഗ്രൗണ്ട് ബോയ്സ് സമയം എടുക്കുന്നതൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും റൂഫ്സ് ഒക്കെ ഉണ്ടല്ലോ. ലൈക്ക് ഈ ഇവിടെ ലാൻഡ് സ്ലൈഡും സീൻസൊക്കെ ഉണ്ട്. ലാൻഡ് സ്ലൈഡിൽ വരുന്ന സ്റ്റോൺസിൻ്റെ ഷീലുകളാണ് ഇവിടുത്തെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും റൂഫ് ടോപ്പിൻ്റെ ഷീലുകൾ അമ്മമാർ ബിൽഡ് ചെയ്തേക്കും. അതാകുമ്പോൾ ലോ കോസ്റ്റ്.
വീടിൻ്റെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു പകുതി മണാലി ഒരു ഭാഗം വേറൊരു ഭാഗം നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം മൂടലായ കാരണം വിഷയിലൊന്നും അത്ര അല്ല. ബിക്കോസ് ലൈക്ക് മഴ സീൻസൊക്കെ എന്തെങ്കിലും കയറ്റി ചെറിയ മഴ സീൻസ് ഉണ്ട്, അത് കാരണം കുറച്ച് മൂടില്ല. അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് പീസ്ഫുൾ. ബാബുഖാൻ്റെ ഓൺ ക്രിയേറ്റിവിറ്റി ആയ അദ്ദേഹത്തിൻ്റെ സ്ഥലങ്ങളും കാര്യങ്ങളും സെറ്റപ്പൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അത്ര തീവ്ര മനുഷ്യനുണ്ടല്ലോ, കൂള് മനുഷ്യനുണ്ടോ, കണ്ടത്തിൽ ലുക്ക് ഉണ്ടെന്നുള്ളൂ. ഇത് പുള്ളിയുടെ ഫുൾ കളർഫുൾ താമോ മെനി പാമാസോ കത്തിക്കിട്ടില്ല. ലൈക്ക് കൂൾ ഹട്ട് ലൈക്ക് അങ്ങനെ കിട്ടില്ല ഫീലുള്ള സ്ഥലം. ഇവിടെ ഇങ്ങനെ നൈസിലൊരു പീസായിട്ടിരിക്കാൻ പറ്റും. ബാബേട്ടൻ്റെ പ്രത്യേക നിയമമുണ്ട് അവിടുത്തെ പ്രിയ സഞ്ചാരികളെ. ലൈക്ക് അടുത്ത 2 months ആരോട് വരരുത്. അത് ലൈക്ക് ഇപ്പോഴത്തുള്ള ഒരു റൂള്. നെക്സ്റ്റ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ പറിക്കുന്ന സീസണിൽ ഇവിടെ വരരുത്. പിന്നെ പ്ലാസ്റ്റിക് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അത് നിങ്ങൾ തന്നെ തിരിച്ചു കൊണ്ടുപോകണം. പിന്നെ സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ഈസ് സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ഇൻ മൈ പ്രൊമീസസ്. മച്ചാൻ്റെ ഈ ഒരു ഭവനം എന്ന് പറഞ്ഞാൽ ലൈക്ക് യൂസ് ഹോം യൂസ് ലൈക്ക് പാരഡൈസ്. ബട്ട് അങ്ങോട്ട് സ്ഥലത്ത് വെച്ചിട്ട് നോ മിസ് യൂസ് ഓഫ് എനിത്തിങ് മച്ചാൻ അലൗഡ് ചെയ്യുന്നതല്ല. അത് പ്രതീക്ഷിച്ച് ആരും ഇങ്ങോട്ട് വരണ്ട. ഈ പ്ലമ്മൊക്കെ പിന്നെ നല്ലോണം കിട്ടണമായിരുന്നു. നമുക്ക് മരത്തിൻ്റെ മുകളിലൊക്കെ കയറി പൊട്ടിച്ച് തിന്നാം. ഇത് നമ്മുടെ ബാബുക്കയുടെ കുക്കിങ്ങിന്റെ ഒരു പ്രാചീന രീതിയിലുള്ള കലാകാരൻ എന്ന രീതിയിലാണ് ഇവിടെ ബിരിയാണി നിർമ്മിക്കുന്നത്. ബിരിയാണിയുടെ മുകളിൽ കല്ലൊക്കെ കയറ്റി വെച്ചിട്ടാണ് ഇവിടെ ബിരിയാണി ഉണ്ടാക്കുന്നത്. കോഴി, ചിക്കൻ, പച്ചക്കറി. ഞങ്ങളിപ്പോൾ